നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ രണ്ട് ക്ലാസ്സുകളായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസുഖങ്ങളെക്കുറിച്ചാണ് അല്ലേ? ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡിയിലെ നമ്മുടെ മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ വൈറൽ ഡിസീസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ക്ലാസ് ബാക്ടീരിയൽ രോഗങ്ങളെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ, അതായത് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ലൈഫ് ഫോംസ് കാരണം, അതായത് വൈറസോ ബാക്ടീരിയയോ മൂലം ഉണ്ടാകുന്നതല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതശൈലി കാരണം ജീവിതശൈലി കാരണം വരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പോഴത്തെ നമ്മുടെ PSC ട്രെൻഡ് വെച്ചിട്ട് ഈ കൂടുതൽ ഭാഗം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ജീവിതശൈലി രോഗം എന്ന് നോക്കാം. എന്താണ് ജീവിതശൈലി രോഗം? തെറ്റായ ജീവിതക്രമം കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഘടകങ്ങൾ? നമ്മുടെ തെറ്റായ ഭക്ഷണ രീതികൾ, അതായത് ഓവറായിട്ടുള്ള ഫാറ്റി ഫുഡുകൾ, പിന്നെ സോൾട്ട്, ഉപ്പ് കൂടിയ ആഹാരങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കുന്നതും, പിന്നെ നമ്മുടെ വ്യായാമത്തിൻ്റെ കുറവ് കേട്ടോ, വ്യായാമത്തിൻ്റെ കുറവ് ഒക്കെ കാരണം വരുന്ന അസുഖങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. പിന്നെന്താണ് ആവശ്യമില്ലാത്ത ടെൻഷൻ വിളിച്ചു വരുത്തുക, ടെൻഷൻ എങ്ങനെ അടിച്ചിരിക്കുക, അതൊക്കെ സ്ട്രെസ് അടിക്കുക, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുന്ന ഓരോ ഘടകങ്ങളാണ്. പിന്നെ എന്തൊക്കെ വരും? ഈ നമ്മുടെ ഹെൽത്തിനെ നശിപ്പിക്കുന്ന ഹാബിറ്റ്സായ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളെല്ലാം കാരണവും എന്തുണ്ടാകും? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെറുതെ പറയാമോ? പ്രമേഹം ഉണ്ടല്ലേ, പ്രമേഹമുണ്ട്. പിന്നെന്താണ്? ഫാറ്റി ലിവർ ഉണ്ട്. അതെ, പക്ഷാഘാതം ഉണ്ട്. പിന്നെന്താണ്? ഹൈ BP അല്ലേ, ഹൈ BP, ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം. പിന്നെന്താണ്? ക്യാൻസർ ഉണ്ട്, ക്യാൻസർ. പിന്നെന്താണ്? കരളിനെ സംബന്ധിച്ച രോഗങ്ങളുണ്ട്. പിന്നെന്താണ്? വൃക്കയെ സംബന്ധിച്ച രോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്രമേഹത്തിനെ കുറിച്ച് നോക്കാം. അപ്പോൾ എന്താണ് പ്രമേഹം? പ്രമേഹം എന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന കണ്ടീഷനാണ്. അതായത് ഇൻസുലിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ എൻഡോക്രൈനോളജി ക്ലാസ്സിൽ, അതായത് ഗ്രന്ഥികളെ കുറിച്ച് പഠിച്ച ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ ഇൻസുലിനെ ഉണ്ടാക്കുന്നത്, എവിടെയാണ്, എന്ത് കൺവേർഷനാണ്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളും ഒക്കെ, കരളിൽ ഗ്ലൈക്കോജനായി സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഡയബറ്റീസ് മെയിനായിട്ട് 2 തരത്തിലുണ്ട് കേട്ടോ. 2 തരത്തിലാണ് ഡയബറ്റീസ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ്? ഡയബറ്റീസ് 1 ഉണ്ട്, ഡയബറ്റീസ് 2 ഉണ്ട്. അപ്പോൾ ഡയബറ്റീസ് 1 എന്ന് പറയുന്ന കണ്ടീഷന് ഈ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, അതായത് ജനിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഈ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവ് കാണത്തില്ല. ഇൻസുലിൻ ഉണ്ടാക്കാൻ അവരുടെ ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് കേട്ടോ. പാൻക്രിയാസിൽ ബീറ്റ സെൽസ് ഇൻസുലിന് ആവശ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഡയബറ്റീസ് ആണ് ഡയബറ്റീസ് 1. ജീവിതശൈലി രോഗം കാരണം വരുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് 2 ആണ് കേട്ടോ. ഡയബറ്റീസ് 2, അതായത് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ചിലപ്പം സെല്ലുകൾക്ക് അതിനെ സ്വീകരിച്ച് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റാൻ സാധിക്കാതെ രക്തത്തിൽ എപ്പോഴും ഈ പഞ്ചസാരയുടെ അളവ്, ഗ്ലൂക്കോസിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ് ഡയബറ്റീസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഏത്? ഡയബറ്റീസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ഏത് ഭാഗമാണ്? ബീറ്റ കോശങ്ങളാണ് അല്ലേ. ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ, പഞ്ചസാരയെ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കരളിൽ സംഭരിച്ചു വെക്കാനാണ് സഹായിക്കുന്നത്? ഇൻസുലിൻ സഹായിക്കുന്നത്. അതായത് ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ സഹായിക്കുന്നത്. അവിടെ ആൽഫ കോശങ്ങളും കൂടെ ഉണ്ടല്ലോ. ഈ ആൽഫ കോശങ്ങൾ എന്തായിരുന്നു ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കഗോൺ ആണ് അല്ലേ.
ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കഗോണ് നമ്മുടെ ശരീരത്തിലെ ഈ ഷുഗറിന്റെ അളവ്, അതായത് ഗ്ലൂക്കോസിന്റെ അളവ് കുറവായിരിക്കുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയാണ് ഗ്ലൂക്കഗോൺ സഹായിക്കുന്നത്. എങ്ങനെ? ഈ ഗ്ലൈക്കോജനായി സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ പഞ്ചസാരയെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി രക്തത്തിലേക്ക് അലിയിച്ച് ചേർക്കും. അതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഫ കോശങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തോ സംഭവിക്കും? നമ്മുടെ രക്തത്തിൽ ആവശ്യമായ ഗ്ലൂക്കോസിന്റെ അളവ് അവിടെ നിലനിർത്താൻ സഹായിക്കത്തില്ല, അല്ലേ? അപ്പോൾ ഈ നമ്മുടെ ഗ്ലൂക്കഗോൺ കറക്റ്റായിട്ട് അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ഒരു അളവുണ്ട്, ഒരു കൃത്യമായ ഒരു അളവുണ്ട്. എത്രയാണെന്ന് അറിയാമോ? 80 മുതൽ 120 mg/100 ml ആണ് വേണ്ടത് കേട്ടോ. നമ്മുടെ നോർമലായിട്ടുള്ള ഷുഗർ വാല്യൂ, ഗ്ലൂക്കോസ് വാല്യൂ അത്രയാണ് വേണ്ടത്. പക്ഷേ ഈ നമ്മുടെ ഗ്ലൂക്കഗോൺ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഷുഗർ ലെവൽ കുറഞ്ഞ് എത്ര 40-ും 45-ലും ഒക്കെ ആവും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആവശ്യമായ ഷുഗറിന്റെ ലെവൽ ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷൻ വരും. അതാണ് എന്ത്? ഇൻസുലിൻ ഷോക്ക് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇൻസുലിൻ ഷോക്ക് എന്നറിയപ്പെടുന്നത്. അത് ഈ ഗ്ലൂക്കഗോണിന്റെ കുറവ് മൂലം ശരീരത്തിൽ ആവശ്യമായ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ എന്താണ്, ശരീരം മൊത്തമായിട്ട് നമ്മൾ മരണത്തിലേക്ക് അങ്ങ് കീഴ്പ്പെട്ടു പോകും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇൻസുലിൻ ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രമേഹ രോഗം ഉണ്ടോ എന്നൊക്കെ നമുക്ക് രക്തം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാമല്ലോ, എന്താണ് ഡോക്ടേഴ്സ് പറയും, രാവിലെ ഒന്നും കഴിക്കാതെ തന്നെ ഒന്ന് രക്തം ടെസ്റ്റ് ചെയ്യണം, നോർമൽ ലെവൽ നോക്കാൻ വേണ്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ആഹാരം, അതായത് ഭക്ഷണത്തിന് മുന്നേ നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ 126 mg/100 ml അല്ലെങ്കിൽ 126 മുകളിലാണ് അതിന്റെ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ വാല്യൂ എങ്കിൽ അയാൾ ഒരു പ്രമേഹ രോഗിയാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്ക് മധുരം ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഷുഗറിന് പകരമായിട്ട് എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? അസ്പാർട്ടം കേട്ടോ. അസ്പാർട്ടം എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, അത് കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ്, സാക്കറിൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സൂക്രലോസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ, അതും നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ മധുരത്തിന് ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് സ്റ്റീവിയ അറിയാമോ? സ്റ്റീവിയ എന്ന് കേട്ടുണ്ടോ? തുളസി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പം ഈ ചെടിയുടെ ഇല ഉണക്കി നമുക്ക് പൊടിച്ച് പഞ്ചസാര പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര മധുരമാണെന്നാണ് പറയുന്നത്. സ്റ്റീവിയ എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. അപ്പൊ അങ്ങനെ ആൾട്ടർനേറ്റീവ്സ് നമുക്ക് ഈ ഡയബറ്റിക്സിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, മധുരം ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇൻസുലിൻ ആരായിരുന്നു കണ്ടുപിടിച്ചത്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസുലിനെ ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ആയിരുന്നു കണ്ടുപിടിച്ചത്. അപ്പോൾ അവരാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈപ്പർ ടെൻഷൻ ആണ് കേട്ടോ. ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ BP. അപ്പോൾ നമുക്ക് BPയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഹൃദയത്തിൽ സങ്കോച വികാസങ്ങളുണ്ട്, അല്ലേ? സങ്കോച വികാസങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ സങ്കോച വികാസങ്ങൾക്ക് ഒരു തവണ വേണ്ട സമയം എത്രയായിരുന്നു? 0.82 സെക്കൻഡുകളാണ് കേട്ടോ. 0.82 സെക്കൻഡിലാണ് ഒരു സങ്കോച വികാസം സംഭവിക്കുന്നത്. അതായത് ഒരു ഹൃദയമിടിപ്പിന് വേണ്ട സമയമാണ് അത്. അപ്പോൾ ഒരു തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ രക്തക്കുഴലിലേക്ക് രക്തം ഒഴുകി വരുന്നു. അപ്പോൾ രക്തക്കുഴലിൽ അനുഭവപ്പെടുന്ന ആ ഒരു മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അതായത് സിസ്റ്റോളിക് മർദ്ദം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഹൃദയം വികാസം വരുമ്പോൾ അനുഭവിക്കുന്ന പ്രഷറാണ് അനുഭവിക്കുന്ന മർദ്ദമാണ് ഡയാസ്റ്റോളിക് മർദ്ദം, അതായത് ഡയാസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷറിന്റെ അളവ് 120 mmHg ആണ്. അതേസമയം ഡയാസ്റ്റോളിക് പ്രഷറിന്റെ അളവ് എത്രയാണ്? 80 mmHg ആണ്. അപ്പോൾ നമ്മുടെ സാധാരണ രക്തമർദ്ദം എത്രയാണ്? ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഭയങ്കരമായിട്ട് BP അങ്ങ് ഷൂട്ടപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ BP ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ എത്ര ആവും അളവ്? 140/90 mmHg ആവും. അതായത് നല്ലപോലെ പ്രഷർ കയറും. അപ്പോൾ ഈ നോർമൽ ബ്ലഡ് പ്രഷർ വാല്യൂ ആയ 120/80 mmHgയിൽ നിന്നും പിന്നെയും നല്ലപോലെ വാല്യൂ കൂടും. അതായത് 140/90 അല്ലെങ്കിൽ അതിന് മേലെയോ ഒക്കെ വാല്യൂ, അതായത് ബ്ലഡ് പ്രഷറിന്റെ വാല്യൂ കയറുന്നതാണ് എന്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്? ഹൈ ബ്ലഡ് പ്രഷർ കണ്ടീഷൻ കേട്ടോ. അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും കേട്ടോ. ഹൈപ്പർ ടെൻഷൻ അതായത് ഹൈ BP. അപ്പോൾ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അത്
ഈ ഹൈപ്പർ ടെൻഷനാണ് കേട്ടോ. ഹൈപ്പർ ടെൻഷനാണ് സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന രോഗം. അതായത് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഈ ഹൈപ്പർ ടെൻഷനാണ്. രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ആണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന അസുഖം. വേൾഡ് BP ഡേ എന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം ഏതാണ്? മെയ് 17 കേട്ടോ. മെയ് 17 ലോക രക്തസമ്മർദ്ദ ദിനം. അപ്പോൾ ഈ രക്തസമ്മർദ്ദം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെമറേജ് ആണ്. ഹെമറേജ്. അപ്പോൾ എന്താണ് ഹെമറേജ്? നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ പ്രഷർ കൂടിയിട്ട് രക്തക്കുഴലുകൾ പൊട്ടുന്നതാണ് എന്ത് ഹെമറേജ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ഈ ശരീരത്തിനകത്ത് അപ്പം എന്ത് സംഭവിക്കും? ഇങ്ങനെ ഹെമറേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രക്തക്കുഴല് പൊട്ടിയിട്ട് രക്തം വെളിയിലേക്ക് വന്ന് എന്ത് സംഭവിക്കും? അവിടെ കട്ട പിടിക്കും. അങ്ങനെ കട്ട പിടിക്കുന്ന അവസ്ഥകൾ നമ്മുടെ പല അവയവങ്ങളിലും അങ്ങനെ ഈ ഹൈ പ്രഷർ കൂടിയിട്ട് ഇങ്ങനെ സംഭവിക്കാം. അപ്പം അങ്ങനെ നമ്മുടെ തലച്ചോറിലാണ് ഈ BP നല്ലപോലെ കൂടിയിട്ട് രക്തക്കുഴലുകൾ പൊട്ടി അവിടെ രക്തം കട്ട പിടിച്ചെന്ന് വെച്ചോളൂ. അപ്പം ആ ഒരു കണ്ടീഷനാണ് എന്ത്? സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു കണ്ടീഷനാണ് സ്ട്രോക്ക്. തലച്ചോറിൽ സംഭവിക്കുന്നത്. തലച്ചോറിൽ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് രോഗത്തിലേക്ക് അത് വഴിതെളിക്കും? പക്ഷാഘാതം എന്ന് പറയും കേട്ടോ. പക്ഷാഘാതം, അതായത് ഒരു വശമൊക്കെ അങ്ങ് തളർന്നു പോകും. അപ്പോൾ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന് കാരണമാകുന്ന എന്താണ്? ഈ ഹൈ ബ്ലഡ് പ്രഷർ കാരണം ഉണ്ടാകുന്ന ഹെമറേജ് ആണ്. അപ്പോൾ ഈ ലോക പക്ഷാഘാത ദിനം സ്ട്രോക്ക് ഡേ എന്നാണ് അറിയാമോ? ഒക്ടോബർ 29 കേട്ടോ. ഒക്ടോബർ 29 വേൾഡ് സ്ട്രോക്ക് ഡേ. ഇനി നമുക്ക് മറ്റൊരു ജീവിതശൈലി രോഗം നോക്കാം. അതായത് ഹൈ കൊളസ്ട്രോള്. ഹൈ കൊളസ്ട്രോള്. അപ്പം ഹൈ BP കൂടെ തന്നെ പറയുന്ന ഒരു പേരാണ് ഹൈ കൊളസ്ട്രോളും അല്ലേ. അപ്പം എന്താണത്? അപ്പോൾ ഈ കൊളസ്ട്രോളിനെ രണ്ടായിട്ട് തിരിക്കാം കേട്ടോ. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അതായത് HDL, പിന്നെന്താണ് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അതായത് LDL. അപ്പം അങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ ഏതാണ്? HDL ആണ് കേട്ടോ. HDL ആണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ നല്ല കൊളസ്ട്രോൾ. LDL എന്താണ്? LDL നമ്മുടെ ശരീരത്തിന് വിനാശകരമായ കൊളസ്ട്രോൾ ആണ് കേട്ടോ. ഹാംഫുൾ ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണ് LDL, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്. അപ്പോൾ ഈ കൊളസ്ട്രോള് നമ്മുടെ ശരീരം ആവശ്യാനുസരണം അത് ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മുടെ ശരീരത്തിൽ തന്നെ സംഭരിച്ചു വെക്കും. അപ്പം അങ്ങനെ സംഭരിച്ചു വെക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? നമ്മുടെ ധമനികൾ, ഒഴുകുന്ന എന്താണ് രക്തക്കുഴലുകളുടെ ഭിത്തികളുടെ സൈഡിലൊക്കെ ഇത് സംഭരിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെ എന്താണ് ഈ കൊളസ്ട്രോൾ ഈ രക്തം ഒഴുകുന്ന ഈ ഭിത്തിയിൽ, രക്തക്കുഴലിന്റെ ഉൾഭിത്തിയിൽ തന്നെ ഇതിങ്ങനെ അടിഞ്ഞുകൂടി എന്ത് സംഭവിക്കും? സുഗമമായിട്ട് ഒഴുകാനുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ലാതാവും. അപ്പൊ അങ്ങനെ ആ അവസ്ഥയിൽ അവിടെ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിട്ട് ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് എന്ത്? അഥീറോസ്ക്ലെറോസിസ് എന്ന് പറയും കേട്ടോ. അഥീറോസ്ക്ലെറോസിസ് എന്ന് പറയും. രക്തക്കുഴലുകളിൽ അതായത് ധമനി ഭിത്തികളിലെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി രക്തം സുഗമമായിട്ട് ഒഴുകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും അവിടെ ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയാണ് എന്ത്? അഥീറോസ്ക്ലെറോസിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നല്ല കൊളസ്ട്രോളായ HDL എത്ര അളവിലാണ് വേണ്ടത്? സ്ത്രീകളിലാണെങ്കിൽ 50-നും 60-നും ഇടയിലുള്ള ഒരു അളവിലാണ് HDL വേണ്ടത്. അപ്പോൾ പുരുഷന്മാരിലെ HDL എത്ര അളവിൽ വേണം? 40 മുതൽ 50 വരെയുള്ള അളവിൽ മാത്രം മതി. കുറവ് മതി. സ്ത്രീകളെക്കാളും കുറവായ ഒരു അളവിൽ മതി. പക്ഷേ നമ്മുടെ LDLന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഹാംഫുൾ ആയിട്ടുള്ള കൊളസ്ട്രോളിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? 130 ml കൂടാൻ പാടില്ല. അപ്പോൾ 130 ml കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പലതരം അസുഖങ്ങൾ ഉണ്ടാകും. അതിലൊരു അസുഖമാണ് ഈ അഥീറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൊളസ്ട്രോൾ കാരണമുള്ള ജീവിതശൈലി രോഗത്തിന് കാരണമാകുന്ന എന്താണ്? LDL കൊളസ്ട്രോൾ ആണ് കേട്ടോ. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ ആണ്. ഇനി നമുക്ക് ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എംഫിസീമയാണ്. എംഫിസീമ. അപ്പോൾ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലും എങ്ങനെയാണ് വരുന്നത്? എന്ത് കാരണമാണ്? മനുഷ്യരുടെ ഒരു ഹാബിറ്റ് കാരണം തന്നെയാണ്. എന്താണ്? സ്മോക്കിംഗ്, അതായത് പുകവലി കാരണമാണ് ശ്വാസകോശ സംബന്ധമായ കൂടുതലും അസുഖങ്ങൾ കണ്ടുവരാറുള്ളത്. അതിനകത്തെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, ഈ പുക വലിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഓരോ കെമിക്കൽസ് കാരണമാണ് കൂടുതലും അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് എംഫിസീമയിൽ സംഭവിക്കുന്നത്? ഈ പുക വലിച്ച് ഇതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള ഹാനികരമായ കെമിക്കൽസ് എന്ത് ചെയ്യും? ഈ വായുവറകളുണ്ടല്ലോ, വളരെ ലോലമായിട്ടുള്ള ഒരു
അവയവമാണ് വായു അറകൾ. ശ്വാസകോശത്തിൽ ഈ വായു വിനിമയം സാധ്യമാക്കുന്ന ആ വായു അറകളിൽ എന്ത് സംഭവിക്കും? ഈ കെമിക്കലുകളെല്ലാം അടിഞ്ഞുകൂടി ഈ ആൽവിയോളൈ, അതായത് ഈ വായു അറകൾ പൊട്ടും. അങ്ങനെ പൊട്ടി വേണ്ട പോലെ ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതാണ് എംഫിസീമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ശ്വാസകോശത്തെ തന്നെ ബാധിക്കുന്ന മറ്റൊരു അസുഖമായ ബ്രോൺകൈറ്റിസ് ആണ്. ബ്രോൺകൈറ്റിസ് എന്താണ്? അണുബാധ മൂലം ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന വീക്കമാണ് ബ്രോൺകൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രോൺകൈറ്റിസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്ന്, ഈ പുകവലിയിലെ രാസവസ്തുക്കൾ കാരണം ഉണ്ടാകുന്ന ബ്രോൺകൈറ്റിസും ഉണ്ട്. പിന്നെന്താണ്, ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് കാരണം ഉണ്ടാകുന്ന അണുബാധ മൂലം ഉണ്ടാകുന്ന ബ്രോൺകൈറ്റിസും ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ പുകവലിച്ചാണ് ബ്രോൺകൈറ്റിസ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഈ പുക വലിക്കുമ്പോൾ ഈ ഹാംഫുൾ ആയിട്ടുള്ള ഈ കെമിക്കൽസ് എല്ലാം കൂടെ എന്താണ്, നമ്മുടെ ശ്ലേഷ്മമായിട്ട് അവിടെ അടിഞ്ഞുകൂടും. ഒരു കഫം പോലെ ഇതിനകത്ത് എന്താണ്, ഈ വായു സുഗമമായിട്ട് പാസ് ആവത്തില്ല. അവിടെ ഇങ്ങനെ കട്ടിക്ക് ഇതങ്ങ് അടയും. ഈ ബ്രോൺക്യൂൾസ്, അതായത് വായു സഞ്ചരിക്കുന്ന നാളുകളിൽ ഈ ശ്ലേഷ്മം അടിഞ്ഞുകൂടി ഈ എന്താണ്, അങ്ങനെ വരുന്ന അണുബാധയാണ് ഈ കെമിക്കൽ കാരണം ഉണ്ടാവുന്ന അണുബാധ. അപ്പോൾ അവിടെ വീക്കവും ഉണ്ടാവും. അങ്ങനെയാണ് ആ ബ്രോൺകൈറ്റിസ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നല്ല കഫത്തോടു കൂടിയാണ് ആയിരിക്കും ഈ ചുമയ്ക്കുന്നത്. ഈ ഭയങ്കര ഇൻഫെക്ഷൻ ആയിട്ട് കളറൊക്കെ ഒരുമാതിരി ഭയങ്കരമായിട്ട് യെല്ലോയിഷ് ആയിട്ടൊക്കെ ഉള്ള കഫം ആ സമയത്തായിരിക്കും വരുന്നത്. ബ്രോൺകൈറ്റിസ് അണുബാധ മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പുക വലിക്കുന്നതിൽ കൂടെ മാത്രമല്ല, മലിനമായ വായുവാണ് എപ്പോഴും ശ്വസിക്കുന്നതെങ്കിലും ഈ ബ്രോൺകൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രോൺകൈറ്റിസും എംഫിസീമയും രണ്ടും ശ്വാസകോശ സംബന്ധമായ ജീവിതശൈലി രോഗങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു അസുഖം, അതും ശ്വാസകോശത്തിനെ തന്നെ ബാധിക്കുന്നതാണ്. ക്യാൻസർ ആണ് കേട്ടോ. ക്യാൻസർ പിന്നെ എല്ലായിടത്തും വരുന്നതാണ്, എന്നാലും ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ശ്വാസകോശത്തിന് ക്യാൻസർ വരുന്നത്? ഈ പുക വലി കാരണം തന്നെ അതിനകത്ത് കെമിക്കലിലുള്ള കാർസിനോജൻസ് എന്ന ഒരു കെമിക്കലിൻ്റെ ഒരു വിഭാഗമാണ് ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജൻസ്. അപ്പോൾ ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്ന ഈ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് പുകവലി ഈ കാരണം ഉണ്ടാകുന്ന ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളാണ്, കെമിക്കൽ വസ്തുക്കളാണ് എന്ത്, കാർസിനോജൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കരൾ സംബന്ധമായ ജീവിതശൈലി രോഗത്തിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കാനുള്ളത് സിറോസിസ് ആണ് കേട്ടോ, ലിവർ സിറോസിസ്. മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗമാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. മദ്യത്തിന്റെ അമിത ഉപയോഗം മൂലം മറ്റൊരു അസുഖം കൂടെ ഉണ്ടാകും കരളിന്. എന്താണെന്നറിയാമോ? ഹെപ്പറ്റൈറ്റിസ്. നമ്മൾ നേരത്തെ വൈറസുകൾ കാരണം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഈ അമിതമായ മദ്യപാനം കാരണവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. ഈ ഹെപ്പറ്റൈറ്റിസ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. മദ്യപാനം മൂലം ഉണ്ടാകുന്ന കരളിന്റെ അസുഖമായ ഹെപ്പറ്റൈറ്റിസ്, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വൃക്കയെ കുറിച്ചാണ്. വൃക്കകളിലെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ഓക്സാലിക് ആസിഡൊക്കെ അടങ്ങിയ ഒരുപാട് ആഹാരങ്ങൾ കഴിക്കാറുണ്ട്, തക്കാളിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടിയിട്ട് ഇത് വൃക്കയിലാണ് പോയി അടിഞ്ഞു കൂടുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാൽസ്യം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലും എന്ത് സംഭവിക്കും? കാൽസ്യം ക്രിസ്റ്റൽസ് രൂപീകരിച്ച് കിഡ്നികളിൽ ഫോം ചെയ്ത് അതും ഒരു സ്റ്റോൺ ഫോർമേഷൻ ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥ കിഡ്നി സ്റ്റോൺ എന്ന് പറയും കേട്ടോ. കിഡ്നി സ്റ്റോൺ, അതായത് വൃക്കയിലെ കല്ലുകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് വഴിവെക്കുന്നത്. അപ്പോൾ ആ കല്ലുകളുടെ രാസമായിട്ടുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് കേട്ടോ. കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് കിഡ്നികളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് വൃക്കയിലെ കല്ലുകൾ അതിനെ ഇളക്കം സംഭവിക്കുമ്പോൾ അസഹ്യമായ വേദന വരും. അപ്പോൾ അതാണ് റീനൽ കോലിക് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഈ അസഹ്യമായ വേദന, ഈ കിഡ്നി സ്റ്റോൺ കാരണം അനുഭവപ്പെടുന്ന ഉദരഭാഗത്ത് അനുഭവപ്പെടുന്ന അസഹ്യമായ വേദനയാണ് റീനൽ കോലിക് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാൻസർ എന്ന അസുഖമാണ്. ക്യാൻസർ അഥവാ അർബുദം. അപ്പോൾ എന്താണ് ഈ അർബുദം എന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്? അൺകൺട്രോൾഡ് ഡിവിഷൻ നടക്കുന്ന കോശങ്ങൾ, അതായത് ഈ കോശങ്ങളിൽ ഒരു കൺട്രോളും ഇല്ലാതെ അമിതമായി പെറ്റുപെരുകുന്ന അവസ്ഥയാണ്
ഈ അർബുദം എന്നറിയപ്പെടുന്നത് അഥവാ ക്യാൻസർ എന്നറിയപ്പെടുന്നത്. അൺകൺട്രോൾഡ് സെൽ ഡിവിഷനാണ് ക്യാൻസർ എന്നറിയപ്പെടുന്ന അവസ്ഥ. അപ്പോൾ കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനം നടന്ന് അവിടെ ഒരു മുഴ പോലെയൊക്കെ ഉണ്ടാവും, ട്യൂമറും എല്ലാം ഉണ്ടാവും. അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അർബുദത്തിന് കാരണമായ ജീൻ ഏതാണ്? അർബുദത്തിന് കാരണമായ ജീനാണ് ഓൺകോജീൻ കേട്ടോ. അർബുദത്തിന് കാരണമായ ജീനാണ് ഓൺകോജീൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്? അതായത് ക്യാൻസർ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ ആ ക്യാൻസർ എവിടാണോ ഉണ്ടെന്ന് സംശയമുള്ളത് ആ ഭാഗത്തെ കോശങ്ങൾ കളക്ട് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണ് എന്ത്? ബയോപ്സി എന്ന് പറയും കേട്ടോ. ബയോപ്സി എന്ന് പറയുന്ന പ്രോസസ്സാണ് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാൻസർ എവിടെ വേണമെങ്കിലും കേട്ടോ, ശരീരഭാഗത്തിൽ എവിടെ വേണമെങ്കിലും ഈ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ ക്യാൻസർ നമ്മുടെ ആവരണ കലകൾ, അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് കാർസിനോമ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന ക്യാൻസറാണ് കാർസിനോമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസ്ഥികളിലെല്ലാം വരുന്ന ക്യാൻസർ എന്താണ്? സാർക്കോമയാണ് കേട്ടോ, സാർക്കോമ. മറ്റൊരു ക്യാൻസറാണ് മെലനോമ എന്ന് പറയുന്നത്. മെലനോമ എവിടെയാണ് വരുന്നത്? ആ ക്യാൻസർ വരുന്നതും നമ്മുടെ ത്വക്കിൽ തന്നെയാണ്, അതായത് സ്കിന്നിൽ തന്നെയാണ്. അൾട്രാ വയലറ്റ് റേഡിയേഷൻ കാരണമാണ് ത്വക്കിൽ ഈ മെലനോമ എന്ന് പറയുന്ന ക്യാൻസർ അവസ്ഥ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം, അതായത് ജീവിതശൈലി രോഗം എന്ന് വെച്ചാൽ ഒബീസിറ്റി ആണ് കേട്ടോ. ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി. അപ്പോൾ നമുക്ക് അമിതഭാരം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ് ഉണ്ട്. അതാണ് എന്ത്? ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും കേട്ടോ, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സിൽ എങ്ങനെയാണ് അമിതവണ്ണം ഉണ്ടോ എന്ന് അളക്കുന്നത്? നമ്മുടെ ശരീരഭാരത്തിനെ നമ്മുടെ ഹൈറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരീരത്തിന്റെ ഭാരം ഡിവൈഡ് ബൈ നമ്മുടെ ഹൈറ്റ് മീറ്ററിലാണ് ഹൈറ്റ് എടുക്കേണ്ടത്. ആ ഹൈറ്റിനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയും വേണം. അപ്പോൾ അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അളവ് 25-നും 30-ന്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് തടി ആവാൻ തുടങ്ങിയെന്നുള്ളതിൻ്റെ ഒരു സൂചകമാണ് അത്. അപ്പോൾ 30-ന് മേലെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ നമ്മൾ ഓൾറെഡി പൊണ്ണത്തടിയന്മാരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ സൂചകത്തിൽ നമുക്ക് കിട്ടിയ അളവ് 18.5-നും കുറവാണെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആണ് കേട്ടോ, അണ്ടർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യം വേണ്ട അത്രയും ഭാരം നമുക്ക് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരീരഭാരം ഒട്ടും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നിന്ന് പോകണമെന്നാണ് ശരിക്കും. അതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഈ പൊണ്ണത്തടി വരാൻ കാരണം എന്താണ്? ഈ പൊരിച്ചതും വറുത്തതുമായിട്ട് എണ്ണയിലെ എണ്ണ പലഹാരങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ചിലർക്ക് ഹോർമോൺ വ്യത്യാസം കൊണ്ടും ഇങ്ങനെ തടി കൂടാറുണ്ട്. എന്നാലും കൂടുതലും ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ്, അതായത് ഇങ്ങനെ ഒത്തിരിയും പൊരിച്ച എടുത്ത സാധനങ്ങൾ കഴിക്കുക, പിന്നെന്താണ് വ്യായാമക്കുറവ് ഒക്കെ കാരണം തന്നെയാണ് ഇങ്ങനൊരു അവസ്ഥ, പൊണ്ണത്തടി എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ക്ലാസ്. ഇത്രയൊക്കെയുള്ള അസുഖങ്ങൾ PC ചോദിക്കാൻ പോകുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.